സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് പ്രൊഫഷനിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു എന്ന് മാത്രമല്ല, വരുന്നവർ തന്നെ ഈ ഡെഫിഷ്യൻസീസ് ഉള്ളത് കൊണ്ട് അവർ 1-2 മാസം നിന്നിട്ട് അവർ ഇട്ടിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോലും ഒരു ഡോക്ടർ കോപ്പിന്ന് ഇറങ്ങി പോകാൻ പറ്റാറില്ല. ഞങ്ങൾ സമരം ചെയ്യുന്ന ഞങ്ങളുടെ ശമ്പളം കൂട്ടിത്തരാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയോ മാത്രമല്ല എന്നുള്ളതാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്. ഇവിടെ വന്ന് ഡോക്ടറെ അടിക്കാൻ കാണിക്കുന്ന ധൈര്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാറില്ല. പൊതുജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അല്ലാതെ കാശ് മോഹിച്ചിട്ടൊന്നും ആരും മെഡിക്കൽ കോളേജിൽ വരാറില്ല. എത്ര തവണ ഒരു HOD കയറി ഇറങ്ങി നടക്കണം. തറയെ കിടക്കുന്ന രോഗിയെ എൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടർ കുനിഞ്ഞ് അടുത്തിരുന്ന് നോക്കുന്നതിന് പകരം PG-കാരായിരിക്കും താഴെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരുമിച്ച് റൗണ്ട്സിനാണ് പോകുന്നത്. അപ്പം അവരത് സൂപ്പർവൈസ്ഡ് ആണ് എപ്പോഴും. തൈറോയ്ഡ് ഉപ്പുമായിട്ടുള്ള ബന്ധം. തൈറോയ്ഡ് ക്യാൻസറും വരുന്നുണ്ടല്ലോ. തൈറോയ്ഡ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ വളരെ കൂടുതലാണ്. എന്നാലും മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. അതെ, ഫോൺ തന്നെ നമ്മൾ ചെവിയിൽ വെച്ച് ഉപയോഗിക്കുന്നത്. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ശ്രീമതി T. റോസ്നാര ബീഗമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി റോസ്നാര ബീഗം. ഇപ്പം KGMCTയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5-6 ആഴ്ചകളായിട്ട്, ഇപ്പം 5 ആഴ്ച കഴിഞ്ഞു, OP ബഹിഷ്കരണം ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്നുണ്ട്. ഈ സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധ സമരം. പക്ഷേ വലയുന്നത് രോഗികളല്ലേ? ശരിക്കും ഞങ്ങളുടെ സമരം കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങി നമ്മൾ രോഗികളായിട്ട് ബന്ധമുള്ള ഒരു സമരമുറകളിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ പലപ്പോഴായിട്ട് ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകളിൽ നമുക്ക് പലതവണ അഷുറൻസ് തന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലും ഈ ഫയലുകളൊക്കെ പല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാവർക്കും കൊടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്ക് മുഴുവൻ ഗഡുക്കളും കൊടുക്കാനായിട്ടാണ് ലാസ്റ്റ് തീരുമാനിച്ചത്, ശമ്പള കുടിശ്ശിക. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കുറേ അനോമലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ജൂലൈ 1 ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി സമരം സ്റ്റാർട്ട് ചെയ്തത്. ഈ ജൂലൈ 1 തൊട്ട് ഇതുവരെയും, ആക്ച്വലി ഈ ഒക്ടോബർ വരെയും ഞങ്ങൾ പേഷ്യൻസുമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സമരത്തിലും ഞങ്ങൾ പോയിട്ടില്ല. അപ്പം പല രീതികളിൽ ധർണകളും പിന്നെ റെപ്രസെൻറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റുകൾ അങ്ങനെയുള്ളതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഗവൺമെൻറ്റിന് അതിലിടപെടാനുള്ള സമയം ആവശ്യത്തിലധികം ഞങ്ങൾ നൽകി. പക്ഷേ ഗവൺമെൻറ് അതിലൊന്നും ഒരു ഒരു ഇടപെടൽ ഉണ്ടായില്ല. ആവശ്യത്തിന് ചർച്ചയ്ക്കും വിളിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു OP ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ OP ബഹിഷ്കരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയില്ല. നമ്മൾ ആഴ്ചയിൽ 1 വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും ഈ ലാസ്റ്റ്, അതായത് 3rd OP ബഹിഷ്കരണം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വിളിക്കുന്നത് തന്നെ. അപ്പം ആ ചർച്ചയിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അത് ഫൈനാൻസിലേക്ക് പറയാമെന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻസാണ് തീരുമാനം എടുക്കേണ്ടത്. അനുകൂല സമീപനം ഇല്ല, ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗങ്ങളും അതെ, എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം തന്നെ. മെഡിക്കൽ കോളേജിലെ OP-യിൽ ഒരു ഡോക്ടർക്ക് താങ്ങാവുന്നതിലേറെ എണ്ണം രോഗികളാണ് എത്തുന്നത്. 200-300 രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാലും തീരാത്ത സ്ഥിതി. അവർക്ക് കൃത്യമായിട്ട് നോക്കാൻ ഒരു സമയമില്ല. എന്നാൽ പോലും രോഗികൾ വരുന്നു. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആത്യന്തിക നഷ്ടം എപ്പോഴും രോഗിക്കല്ലേ? അല്ല സാർ, ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ചെയ്യുന്ന ഞങ്ങളുടെ ശമ്പളം കൂട്ടിത്തരാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയോ മാത്രമല്ല എന്നുള്ളതാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്. മേജർ ഡിമാൻഡ് എന്താണ്? മേജർ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി കേഡർ അനോമലീസ് കറക്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ആഫ്റ്റർമാത്ത് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ്. അതിൽ 2016 മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞു പുതിയ റിവിഷൻ വന്നപ്പോൾ. അപ്പോൾ അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അതായത് നമുക്കൊരു പേ റിവിഷൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ്ലി അത് വളരെയധികം കുറയുകയുണ്ടായി. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ ഇപ്പോഴത്തെ DA റേറ്റ് വെച്ച് നോക്കിയാൽ 35,000 വരെയാണ് കുറവ്. അപ്പോൾ ഇത്രയും നഷ്ടം സഹിച്ചിട്ട്
ഒന്ന്, മെഡിക്കൽ കോളേജുകളിൽ വരുന്ന വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിൽ വന്നുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ റിസർച്ചിനോടും ടീച്ചിങ്ങിനോടും പൊതുജനങ്ങളോടും ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അല്ലാതെ കാശ് മോഹിച്ചിട്ടൊന്നും ആരും മെഡിക്കൽ കോളേജിൽ വരാറില്ല. കാരണം ഇപ്പോൾ കിട്ടുന്നത് നമ്മൾ പുറത്തുള്ള ഒരു ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുക നോക്കാനേ പറ്റില്ല. അതെ, പ്രൈവറ്റ് സെക്ടറായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല, ഒരു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ഒന്നും. പക്ഷേ അവരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ വന്ന് അത് ഇത്രയും നാൾ, അതായത് 2020 ഈ പെർവിഷൻ ഓർഡർ വന്നിട്ട് ഇപ്പോൾ 5 വർഷമാവുന്നു. ഇതുവരെയും അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ PSC ലിസ്റ്റ് വിളിച്ചാൽ, എൻഡോക്രൈനോളജി ഇപ്പോൾ റീസെൻ്റ്ലി വിളിച്ചു, അപേക്ഷകരില്ല, യോഗ്യരായ അപേക്ഷകരില്ല. ഈ വരുന്ന ലിസ്റ്റുകളിൽ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇല്ല, വളരെയധികം കുറഞ്ഞു എന്ന് മാത്രമല്ല, വരുന്നവർ തന്നെ ഈ ഡെഫിഷ്യൻസീസ് ഉള്ളത് കൊണ്ട് അവർ 1-2 മാസം നിന്നിട്ട് അവർ ഇട്ടിട്ട് പോവാണ്. കാരണം ഇത്രയധികം വർക്ക് ചെയ്യേണ്ടി വരുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ കയറുന്നു. ഞാനിപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ്, ഞാൻ അസോസിയേറ്റ് കേഡറിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അവിടുത്തെ ക്വാർട്ടേഴ്സ് അവൈൽ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ HRA കട്ട് ചെയ്യും. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇതിന് റെൻറ്റ് കൊടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു 75,000 അല്ലെങ്കിൽ 80,000 രൂപ സ്റ്റാർട്ടിങ് പേ കിട്ടുന്ന ആൾ, അയാൾ എപ്പോഴാണ് കയറുന്നതെന്ന് ആലോചിക്കണം. അതായത് 4.5 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ MBBS, 1 വർഷം ഹൗസ് സർജൻസി, പിന്നെ 1-2 വർഷം PG പ്രിപ്പയർ ചെയ്യണം. ഈ സമയത്തൊക്കെ അവരുടെ കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. പ്രിപ്പയർ ചെയ്ത് പിന്നെ 3 വർഷം PG ചെയ്തു. അത് കഴിഞ്ഞ് SRഷിപ്പ് ചെയ്യണം 1 വർഷം, എന്നാലേ മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ SRഷിപ്പ് ചെയ്യണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ വീണ്ടും എൻട്രൻസിന് പഠിച്ച് വീണ്ടും 3 വർഷമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. ബാക്കിയുള്ള PGകളെ പോലെ 1 വർഷമോ 2 വർഷമോ ഒന്നും അല്ല. കാരണം പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതായതുകൊണ്ട് അത്രയധികം പ്രൊഫഷണൽ സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടി അവർ രാപ്പകലില്ലാതെ അവർ വർക്ക് ചെയ്ത് അവർ അക്വയർ ചെയ്യുന്ന സ്കില്ലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാണ് ആ കിട്ടുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സർവീസിലേക്ക് വരുമ്പോൾ അവരെ നിർത്താനുള്ള രീതിയിൽ ഇത് ആകർഷകമാക്കണം. ഏറെക്കുറെ 10 വർഷത്തോളം അതെ, 12 വർഷത്തിൽ കൂടുതൽ വരും ഈ പലപ്പോഴും. അപ്പോൾ ഇവർ, ഞാനൊരു ഡിഗ്രി കഴിഞ്ഞാൽ ഒരു MSc കഴിഞ്ഞ ഒരാൾ ഒരു ജോലിക്ക് കയറുമ്പോൾ എത്ര വയസ്സായിരിക്കും? ഒരു ഡോക്ടർക്ക് ഒരു സർക്കാർ ജോലിയിൽ കയറണം അല്ലെങ്കിൽ വേറൊരു ജോലിയിൽ കയറണമെങ്കിൽ എത്ര വർഷം എടുക്കും? മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്ന പോലെ MBBS ഒരു ഗ്ലാമർ പ്രൊഫഷൻ അല്ലാതാവുന്നുണ്ട്. അല്ല, ആവുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഒന്ന്, നമ്മൾ നമ്പർ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അത് ആകർഷകമല്ല. ഇപ്പം നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടർ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, പുറത്ത് സ്വകാര്യ മേഖലയുടെ ഒരു വലിയ പ്രലോഭനം എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കില്ല. അതെപ്പോഴും ഉണ്ട്. കാരണം പല സ്പെഷ്യാലിറ്റികളിലും ആളെ കിട്ടാനില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വരുന്നവർ നിൽക്കുന്നില്ല. ഇപ്പോൾ സർജിക്കൽ ഗ്യാസ്ട്രോയുടെ ഇപ്പോൾ ഒരു ഇഷ്യൂ ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. സർജിക്കൽ ഗ്യാസ്ട്രോ ഉള്ളത് തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ഈ 3 മെഡിക്കൽ കോളേജസിലാണ്. 5 പോസ്റ്റ് വീതമുണ്ട്. അവിടെ എല്ലാം ഓരോരുത്തരാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല വന്നിട്ട്? ഇവരൊക്കെ ജോയിൻ ചെയ്തവരുണ്ട് പലതിലും, പക്ഷെ അവർ നിൽക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പാടാന്നുള്ളതുകൊണ്ടാണ് അവർ നിൽക്കാത്തത്. മെഡിക്കൽ കോളേജിൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ ഗവൺമെന്റ് വലിയൊരു അനാസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം അത് ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ആണ് അത് PSC കംപ്ലീറ്റ് ആയിട്ട് ഒരുവിധം എല്ലാ പോസ്റ്റുകളിലേക്കും വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം. അതായത് വിളിച്ചു കഴിഞ്ഞ് വരുന്നവർ നിൽക്കുന്നില്ല, അവരിട്ടിട്ട് പോകുന്നു. കാരണം അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, വന്നിട്ട് അവർ 1-2 മാസമൊക്കെ നോക്കും ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു 80,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് ഒരു വീടിൻ്റെ EMI അടയ്ക്കാനോ ബാക്കിയുള്ള ചിലവുകൾക്കോ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാനോ, അത് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ട്, അവരുടെ ആവശ്യങ്ങളുണ്ട്, ഇട്ടിട്ട് പോവാണ്. ശരിക്കും ഇത് ആകർഷകമായ ഒരു പ്രൊഫഷനാക്കി മാറ്റണം. അതെ, അതാണ് വേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം ഇന്നേ വരെ എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഇവിടെ പഠിച്ചതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, എന്ന് വെച്ചാൽ വളരെയധികം കവറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ വരിക എന്നുള്ളത്. അപ്പോൾ അവിടെ പോലും 6 പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ. അപ്പോൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് പൊതുവെ അനുഭാവപൂർവ്വം ഉള്ള സമീപനമാണല്ലോ സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് കാണിക്കുന്നത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എങ്ങനെ?
അല്ല, മന്ത്രി എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അത് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫൈനാൻസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു അനുകൂല സാഹചര്യവും നമുക്ക് ഉണ്ടാവുന്നില്ല. അത് ഞങ്ങളുടെ ധനകാര്യമന്ത്രി. അതെ അതെ അദ്ദേഹം പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്ന അല്ല, അദ്ദേഹം നമ്മൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങളോട് പറയാറ്. അപ്പോൾ ചിലത് ചെയ്തു തരാം, എൻട്രിക്കേറ്റർ അനോമലി കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെ നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ആ ഫയലും പിന്നീട് ക്ലോസ് ചെയ്യുകയുണ്ടായി. ശമ്പള കുടിശ്ശികയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം കോവിഡ് കാലത്ത് ഇപ്പം നിപ്പ ആണെങ്കിലും എല്ലാം വന്നപ്പോൾ ഈ സർക്കാർ മേഖലയിലെ ഡോക്ടർമാരുടെ സേവനം ഈ സർക്കാരിന് തന്നെ വലിയൊരു അഭിമാനം ഉയർത്തിയ, സർക്കാരിന് തന്നെ ഒരു അഭിമാനം ഉണ്ടാക്കിയ കാര്യമാണ്. അന്നേരം ആ ഒരു സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എന്തുകൊണ്ടാണ് ഡോക്ടർമാരോട് കാണിക്കാത്തത്? അതാണ്, ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും സ്വന്തം വീട്ടിലിരുന്ന സമയത്താണ് ഡോക്ടർമാർ. അന്ന് ആദ്യം തുടങ്ങുന്ന സമയത്ത് കോവിഡിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ജ്ഞാനം അധികം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് പോലും സ്വന്തം ജീവൻ പോലും ഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നത്. അപ്പോൾ ആ സമയത്തെ ശമ്പളമാണ് ഈ ചോദിക്കുന്നത്. ആ സമയത്തെ ശമ്പള കുടിശ്ശികയാണ്, അതായത് 2019 ആ സമയം തൊട്ടുള്ള ശമ്പള കുടിശ്ശികയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മുഴുവൻ കൊടുത്തപ്പോൾ പോലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു കമൻറ്റും ഉണ്ടായില്ല. അല്ല, അതാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ ഈ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, രോഗികളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾക്ക് അതിന് സാധാരണഗതിയിൽ ഡോക്ടർമാർ ഇറങ്ങാറില്ല. അവരിറങ്ങിയാലും എത്രത്തോളം ഇറങ്ങും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്കൊരു ധാരണ ഉണ്ടാവാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രോഗികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങളിത് പ്രൊഫഷനിൽ നിൽക്കുന്ന തന്നെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇറങ്ങാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു OP ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവരെക്കാളും വിഷമം ഞങ്ങൾക്കുണ്ട്. ഇല്ലാതെ അല്ല ഈ ചെയ്യുന്നത്, പക്ഷെ ഞങ്ങളെ കൊണ്ട് എന്താ പറയുക, ഗതികെട്ട് അത് ചെയ്യിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. OP ബഹിഷ്കരണം എന്നുള്ള ഈ സമരമാർഗം ഇതിൻ്റെ ഒരു രൂപവും ഭാവവും മാറുമോ? അല്ല, ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ 17-ാം തീയതി ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടൊരു ചർച്ചയുടെ കാര്യം ആരോഗ്യവകുപ്പിൽ നിന്നാണ് നമ്മളെ അറിയിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കടുപ്പിക്കേണ്ടി വരും. കാരണം അല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് 2016 തൊട്ടുള്ളതെന്ന് ആലോചിക്കണം. 10 വർഷം, ഏകദേശം 10 വർഷം ആവുന്നു. ഇതുവരെയും അതിനൊരു തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞാൽ തികച്ചും ഇൻജസ്റ്റിസ് ആണത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഈ കേരളത്തിൽ കോഴിക്കോടാണെങ്കിലും എല്ലാം നോക്കുമ്പോൾ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം പകരുന്ന നല്ല ചികിത്സ ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ മെഡിക്കൽ കോളേജുകളെ ബേസ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സംഘടനകൾ പോലും അത് ഭയങ്കരമായിട്ട് ഉയർത്തിക്കാട്ടും. മറിച്ച് സ്വകാര്യ മേഖലയിൽ കൊള്ള നടത്തിയാലും, ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് നടപ്പിലാക്കാനുള്ള വിധി വീണ്ടും വന്നു. ഇതൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അതിനെ സ്വകാര്യ മേഖലയെ വിമർശിക്കാൻ പൊതുവെ സംഘടനകളൊന്നും തയ്യാറാകാറില്ല. സ്വകാര്യ മേഖലകളിലെ പ്രശ്നങ്ങൾ സ്വകാര്യ മേഖലയിലെ പ്രശ്നങ്ങൾ അധികം പുറത്തേക്ക് വരാറില്ല. ഈ പറയുന്ന പേഷ്യൻസ് പോലും ഇവിടെ വന്ന് ഡോക്ടറെ അടിക്കാൻ കാണിക്കുന്ന ധൈര്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാറില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ ചെന്നിട്ട് ഈ നമ്മുടെ ഇവിടെ റെഫറൻസുമായിട്ട് വരുന്ന വ്യക്തികളാവട്ടെ, അവരുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് വളരെയധികം റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അതേസമയം സർക്കാർ ആശുപത്രി വന്നിട്ട് അവർ പറയുന്ന എന്തെങ്കിലും ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഫ്രീഡം ഉണ്ട്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് നല്ല കാര്യമാണ്, കാരണം പൊതുജനങ്ങൾക്ക് വളരെയധികം സുതാര്യത ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു സംഘടനയുടെ ആളെന്നുള്ള രീതിയിൽ പറയാനുള്ള കാര്യം, ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആക്കി മാറ്റരുത് ദയവ് ചെയ്ത്. ആരോ ആവട്ടെ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എപ്പോഴും കാലാകാലങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, ഹെൽത്തിലൊരു ഇഷ്യൂ വരുമ്പോൾ അതിനെ വളരെയധികം ഊതിപ്പെരുപ്പിച്ച് കൊണ്ടുവന്ന് ഇഷ്യൂസാക്കി രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും എന്താ പറയുക, പൊളിറ്റിക്കലി അതിനെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഒരു എന്താ പറയുക, വളരെയധികം സാക്ഷരതയും ഇത്രയധികം പ്രബുദ്ധരായ ജനങ്ങളും ഉള്ള ഒരു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു. അതൊരു വലിയ രീതിയിൽ സംസ്ഥാനത്തുടനീളം ചർച്ചയായി. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടി.
അതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ നടപടി പോലും ആലോചിച്ചിരുന്നു എന്നാണ് അന്ന് വന്ന വാർത്തകൾ. അതെ. ആ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഹാരിസ് സാറ് പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിലെ ഇഷ്യൂസാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീൻ മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനം മേടിക്കുന്നു, പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആക്ച്വലി കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഡോക്ടറെ അടുത്താണ് പറയുന്നത്. അതിൻ്റെ വിഷമങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുന്നത് ഡോക്ടറാണ്. അപ്പോൾ നാച്ചുറലി ഇമോഷണലി നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം എല്ലാ ഡോക്ടർമാരും വളരെയധികം ശ്രമിക്കാറുണ്ട് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ എന്താ പറയുക, ഓഫീസ് ലെവലിൽ, ഭരണാധികാരിയുടെ ലെവലിലൊക്കെ നമുക്ക് വളരെയധികം ഡിലേ വരുന്നു. അത് പർച്ചേസ് ഡോക്ടർ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അതല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഡോക്ടറാണല്ലോ. കാരണം അവിടുത്തെ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ളത് ഡോക്ടർക്കും ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കുമാണ്. പക്ഷെ അതിനപ്പുറവും ഈ ഫയലുകളുടെ ഫോളോ അപ്പ്, അതായത് നമ്മൾ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് എത്രയും പെട്ടെന്ന് നടത്തി തരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം എപ്പോഴും മുകളിലേക്ക് ഉണ്ടാവാൻ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു HOD എത്ര തവണ ഒരു HOD കയറി ഇറങ്ങി നടക്കണം ഓരോ ഓഫീസുകളിലും. ആദ്യം പ്രിൻസിപ്പൽ ഓഫീസ്, അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫീസ്, പിന്നെ DME ഓഫീസ്, പിന്നെ ഹെൽത്ത്, പിന്നെ ഫൈനാൻസ്, ഇങ്ങനെ പല പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കാൻ. എന്ന് വെച്ചാൽ ഒന്നാമത് ആളില്ല, ജോലി ചെയ്യാൻ ആളില്ല. അപ്പോൾ ഉള്ള സമയം രോഗികളെ നോക്കാനുള്ള ആ ഒരു ക്വാളിറ്റി കെയറിനുള്ള ഒരു സമയം ഉണ്ടാക്കി കൊടുക്കണം. ഒരു പേഷ്യൻറ്റിന് നമുക്കൊരു മിനിമം 1-2 മിനിറ്റെങ്കിലും പേഷ്യൻ്റ് സ്പെൻഡ് ചെയ്യണ്ടേ? അവരുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അത്ര വിജയകരമല്ല അല്ലേ? തീർച്ചയായും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ഒരുപാട് ഡിലേ ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തേ പറ്റൂ. ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാതെ നമ്മുടെ ആരോഗ്യരംഗം രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഹെൽത്തിൽ. നമുക്കറിയാം, പണ്ട് നമ്മളൊരു ചെറിയ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരുന്ന ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും ടാർജറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ലോകത്ത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കെയറൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു എന്താ പറയുക, ഒരു മോർ ദാൻ 30 years ഉള്ളൊരു വിഷൻ എപ്പോഴും ഹെൽത്തിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. പല ഘട്ടങ്ങളിലും ഈ ചില ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട മരുന്നുകളൊക്കെ രോഗികളുടെ നിന്ന് പൈസ മേടിച്ച് വാങ്ങിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനം, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ടോ? അല്ല, അങ്ങനെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതാണ് ഞാനീ പറഞ്ഞത്, അതായത് ഫൈനാൻസ് അലോട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് ഒരു 6.2, 6.5 ആണ് എക്സ്പെൻഡിച്ചർ, അതായത് മൊത്തത്തിലുള്ള നമ്മുടെ GDP ഒരു പെർസെൻറ്റേജ്. കേരളത്തിൽ അത് 5.5% ആണ് ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ദേശീയ ശരാശരിയെക്കാളും കുറച്ചേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഹെൽത്തിൽ, ഗവൺമെൻറ് സൈഡിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ശരിക്കും പറഞ്ഞാൽ കൂടുതലല്ലേ അത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മോർ ദാൻ 10% നമ്മൾ ഹെൽത്തിന് വേണ്ടി അലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വേറെ എന്താണ് സോഴ്സസ് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോയാൽ മാത്രമേ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും, ഇതെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്, എന്ത് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ പൊതുവേ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഇപ്പം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനം പൊതുവെ മെച്ചപ്പെട്ടാണെന്നുള്ളൊരു അഭിപ്രായമില്ലേ? അല്ല, അത് തീർച്ചയായും. അത് കാരണം ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. ഗവൺമെൻറ്റിനോടൊത്ത് തന്നെ, അത് ഏത് ഗവൺമെൻറ് വന്നാലും ഞങ്ങളാരും അതിൽ നിന്ന് പിന്നോട്ട് പോകാറില്ല. ഞങ്ങൾ അവരോടൊത്ത് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ, ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോവാം, പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഈ ഡിലേ വരുമ്പോൾ കുറേ പ്രശ്നങ്ങളിൽ ഇഷ്യൂസ് വരും, ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർക്ക് ഒരു കെയർ കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആ കെയർ കിട്ടാതെ വരുന്നത് ഡോക്ടറുടെ കുറ്റം കൊണ്ടല്ല. ഈ ഡോക്ടർ ഇപ്പം പറഞ്ഞ രീതിയിൽ ഈ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിലും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ചുവപ്പ് നാടയുടെ കുരുക്കിൽ. അതെ, തീർച്ചയായും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഫൈനാൻസസ് ഇല്ല എന്നുള്ളത്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഇപ്പോൾ വളരെ പരുങ്ങലിലാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഇവിടുന്ന് പോകുന്ന പ്രപ്പോസൽ ഒരുപാട് കട്ട് ചെയ്തിട്ടായിരിക്കും ബഡ്ജറ്റിൽ വരുന്നത്. അപ്പോൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും വളരെ കുറവാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജസ് തുടങ്ങി, 4 മെഡിക്കൽ കോളേജ് ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടേമിൽ വന്നു.
അപ്പോൾ ഇടുക്കി വയനാട് കോന്നി വന്നപ്പോൾ ഇടുക്കിയും കോന്നിയും വന്നപ്പോൾ പ്രീ മെഡിക്കൽ അങ്ങനത്തെ പ്രീ ക്ലിനിക്കൽ പാരാക്ലിനിക്കൽ ആണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്റ്റുഡൻസ് വരുമ്പോൾ നമുക്ക് ക്ലിനിക്കൽ സൈഡിലും ആൾ വേണം. പക്ഷേ വളരെ കുറച്ച് പോസ്റ്റുകളെ ക്ലിനിക്കൽ സൈഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലേബർ റൂം തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അത് തന്നെ ഹെൽത്ത് സർവീസിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ഇട്ടു. അതുപോലെ തന്നെ തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ ഇങ്ങനെ ഓരോ മെഡിക്കൽ കോളേജസിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റുകളെ അങ്ങോട്ട് ഇട്ടുമാണ് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്ര നാളിങ്ങനെ തുടരാൻ പറ്റും? പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? തുടങ്ങുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഇല്ല, അത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പോലും ആകെ കാസർഗോഡും വയനാടും 22 പ്രൊഫസർ പോസ്റ്റും 22 അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റും ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർ എവിടെ നിന്ന് വരും? അവിടെ എങ്ങനെയാണ് പേഷ്യൻ്റ് കെയർ നടക്കുക? ഡ്യൂട്ടി എടുക്കാൻ ആളെങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഇതിനൊന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള കോളേജസിൽ ഓൾറെഡി ഞങ്ങൾ വളരെയധികം സ്റ്റാഫ് ഡെഫിഷ്യൻസി നേരിടുകയാണ്. അപ്പോൾ ആ സ്റ്റാഫ് ഡെഫിഷ്യൻസി നേരിടുക, അത് ഒന്ന് ഈ സേവന വേതന വ്യവസ്ഥയുടെ ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ പുതിയ കോളേജിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ നല്ല രീതിയിൽ പറയുന്ന മെഡിക്കൽ കോളേജസ്, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജസ്, നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജസ് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ശ്വാസം മുട്ടുകയാണ്. ഞങ്ങൾക്ക് ആളില്ലാതെ, ഞങ്ങൾക്ക് ഡ്യൂട്ടി എടുക്കാൻ ആളില്ലാതെ ഇപ്പോൾ ഉള്ളവർ ഓരോ ദിവസം VRS എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഇപ്പം കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെച്ചമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും തറയിലാണ് രോഗികൾ കിടക്കുന്നത്. ആ അവസ്ഥക്ക് മാറ്റം വരുത്താൻ പറ്റില്ലേ? അത് മുമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ മാറ്റം വരണം. പുതിയ കെട്ടിടങ്ങൾ വരണം, പുതിയ വാർഡുകൾ വരണം. രോഗികൾ വരുന്നതിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെ വരുന്നവർക്കും ഒക്കെ കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പം ഞങ്ങളുടെ OP വരുമ്പം ഒരു പേഷ്യൻ്റെ കൂടെ ഒരാൾ വന്ന് അയാളെയും കൂടി ഇരുത്തി അയാളെടുത്ത് കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് അത് സാധിക്കാറില്ല. വരാറുണ്ട്. 300 അല്ല, ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ആണെങ്കിൽ, കാർഡിയോളജി ഒക്കെ ആണെങ്കിൽ 700-800 വരെ വരും. അപ്പോൾ അതാണ് പ്രശ്നം. അവർ വൈകുന്നേരം വരെ ഇരുന്ന് നോക്കേണ്ടി വരുന്നു. പലപ്പോഴും ആൾ കുറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. റൗണ്ട്സിന് പോകുമ്പോഴേ ഇപ്പോൾ തറയിൽ കിടക്കുന്ന രോഗിയെ എൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടർ കുനിഞ്ഞ് അടുത്തിരുന്ന് നോക്കുന്നതിന് പകരം PG കാരായിരിക്കും താഴെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിശോധന പോലും നടക്കുന്നില്ലെന്ന് വിമർശനമുണ്ട്. അല്ല, അത് കൂടെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഒരുമിച്ച് റൗണ്ട്സിനാണ് പോകുന്നത്. അപ്പം അവരത് സൂപ്പർവൈസ്ഡ് ആണ് എപ്പോഴും. അപ്പം അങ്ങനെ ഒരു കെയർ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും വയ്യാത്തൊരു പേഷ്യൻ്റ് താഴെ കിടക്കുന്നത് മാനസികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പം മെഡിക്കൽ കോളേജസുകളിലെല്ലാം പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവെൻഷണൽ ന്യൂറോളജി വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ മെഡിസിനിൽ തന്നെ PET സ്കാൻ കോഴിക്കോട് വന്നു, ഇവിടെ സ്പെക്സിറ്റി വന്നു, പുതിയ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എന്താണ്, കൂടുതൽ ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജുകളിലേക്ക് വരും. ഫലപ്രദമായി നടപ്പിലാക്കാത്തത് ഒരു കാരണമല്ലേ? മറ്റേത് പെരിഫറയിലുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ഇപ്പൊ എന്ത് വന്നാലും ഇപ്പം ജനറൽ ആശുപത്രി നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി. നല്ല കാർഡിയോളജി വിഭാഗം അടക്കം എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ തന്നെ എന്ത് വന്നാലും ഉടനെ അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് തള്ളുന്ന ഒരു രീതിയുണ്ട്. അല്ല, റെഫറൽ സിസ്റ്റം ഇഫക്റ്റീവ് അല്ല എന്നുള്ളത് പണ്ട് മുതലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. റെഫറൽ സിസ്റ്റം, ബാക്ക് റെഫറൽ ഉൾപ്പെടെ. റെഫറൽ മാത്രമല്ല, ഒരു രോഗിക്ക് നമുക്ക് മെഡിക്കൽ കോളേജിൽ നൽകേണ്ട ചികിത്സ നൽകിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചൊരു സെക്കൻഡറി ലെവൽ, ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെ ജനറൽ ഹോസ്പിറ്റൽ പോലെയുള്ള സെക്കൻഡറി ലെവലിലേക്ക് അവിടെയും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ കെയറിലേക്ക് വിടത്തക്ക രീതിയിലുള്ള ഒരു ബാക്ക് റെഫറലും കൂടെ വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഒരു റെഫറൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു 4 സ്പെഷ്യാലിറ്റീസിൻ്റെ മാത്രമായിട്ട് ഒരു ഓർഡർ വന്നത്. പക്ഷെ അതും ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ അത് എത്രത്തോളം പ്രായോഗികമാണ്, അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സേവന വേതന വ്യവസ്ഥകളിലെ അവഗണന, ശമ്പള കുടിശ്ശിക നൽകാതിരിക്കൽ, എൻട്രി കേഡർ നിയമനത്തിലുള്ള ഒട്ടും ആകർഷകമല്ലാത്ത കാര്യം, അതുപോലെ PSCക്ക് നിയമനങ്ങൾ വിടുമ്പോൾ അവിടെ വരുന്ന കേസുകൾ കാര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക, ഇത്തരം കാര്യങ്ങളാണോ സംഘടന ഇപ്പം മുന്നോട്ട് വെച്ച് ഈ സമരം ചെയ്യുന്ന OP ബഹിഷ്കരണം? അതെ, ഇത്തരം കാര്യങ്ങൾ. കാരണം സ്റ്റാഫ് ഡെഫിഷ്യൻസി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമാണ്. കേസുകൾ നിലനിൽക്കുന്നത് ഗൈനക്കോളജി, ഡെർമറ്റോളജി, ഫോറൻസിക് അങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഗൈനക്ക് നമുക്കറിയാം, ഗൈനക്ക് എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, അങ്ങനെ എന്താ പറയുക,
എമർജൻസി സർജറീസ് എല്ലാം ഡീൽ ചെയ്യുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സംസ്ഥാനമൊട്ടാകെ 50-നടുത്താണ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ വേക്കൻസി ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ 2016 മുതൽ ആ കേസ് നടക്കുന്നത് കൊണ്ട് പുതിയ ആൾക്കാരെ എടുത്തിട്ടില്ല, എൻട്രി ലെവൽ ആളില്ല. അപ്പൊ അത് ഇഫക്റ്റീവായിട്ട് നടന്നിരുന്നെങ്കിൽ ഇതിനകം ആ കേസ് ഒത്തുതീർപ്പാകണം. പക്ഷേ ഇപ്പോൾ റീസെന്റ് മാത്രമാണ് എല്ലാ രംഗത്തും അല്ല. ഇപ്പൊ PSC കുറച്ച് വിളിച്ചു, അപ്പൊ അതിൽ കുറച്ച് പേര് വന്നു. ഇവർ കുറച്ച് പേര് ഈ ലീവ് ഒന്നും എഴുതി കൊടുക്കാതെ തന്നെ പോകുന്നവരും ഉണ്ട്. അപ്പൊ നമുക്കൊരു ക്ലിയർ പിക്ചർ നമുക്ക് അതിനെക്കുറിച്ച് ആയിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ സ്ഥലത്തെയും ഡെഫിഷ്യൻസി എങ്ങനെയാണ് എന്നുള്ളത് ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട്. അതൊന്ന് ഫൈനലൈസ് ചെയ്തിട്ടേ എനിക്ക് അതിന്റെ ക്ലിയർ ആയിട്ട് പറയാം. എന്നാലും ഒരു ഇല്ല ഒരിക്കലും അത്രയൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ആകെ എത്ര 2500 സ്റ്റാഫിലേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊരു 300 ഡെഫിഷ്യൻസി വന്നാൽ എങ്ങനെയായിരിക്കും? ഈ 17-ാം തീയതി ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ? 17-ാം തീയതിയിലെ ചർച്ചയിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് വ്യക്തമാക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് അതെ തീർച്ചയായും ചെയ്യേണ്ടി വരും. കാരണം ഇനി സമയമില്ല. അപ്പൊ അത് പൊതുജനം അതിൽ ഇടപെടണം. അപ്പോൾ പൊതുജനങ്ങളും അതിലിടപെടണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും കാശ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ശമ്പളം കൂട്ടിത്തരാനായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ചോദിക്കുന്നതേ ഇല്ല. ഈ ഇഷ്യൂസ് രോഗികളെയും ബാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വരണം. മുമ്പ് നമുക്ക് ഏറ്റവും മിടുക്കരായ ഡോക്ടർമാരെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. എന്നാലല്ലേ നമ്മുടെ ഈ ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം മെഡിക്കൽ കോളേജസുകളിൽ വെറും പാവപ്പെട്ട ജനങ്ങളാണ് വരുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും ഈവൻ അല്ലാതെയും എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അത് ഈ കാലക്രമേണ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അത് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പം വേറൊരിടത്തും പോകുമ്പം പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. അല്ല, ഇത് സ്റ്റാഫ് ഡെഫിഷ്യൻസി വരുമ്പോൾ നാച്ചുറലി ഞങ്ങൾ പേഷ്യൻറ്റിനെ നോക്കുമോ, കുട്ടികളെ പഠിപ്പിക്കുകയോ, റിസർച്ച് ചെയ്യുമോ, എന്താണ് NMC ആണെങ്കിൽ റിസർച്ചിനെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. റിസർച്ച് നടക്കാനും ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. മെഡിക്കൽ റിസർച്ച് യൂണിറ്റ് MRUs എന്ന് പറഞ്ഞ് നമ്മുടെ മേജർ മെഡിക്കൽ കോളേജസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ DHRൻ്റെ ഫണ്ട് വെച്ചിട്ട് അത് അനുവദിച്ചിട്ടുണ്ട്, റൺ ചെയ്യും. പക്ഷേ ഈ DHRൻ്റെ ഫണ്ട് കിട്ടിയാൽ പോലും അത് വീണ്ടും ഇതേ ചുവപ്പ് നാടയിൽ കൂടെ ഫൈനാൻസ് വരെ പോയി തീരുമാനമായാലേ അവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു സ്റ്റാഫിനെ നമ്മൾ എടുത്തു, അയാൾ 6 മാസം വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് അയാളുടെ കരാറ് പുതുക്കി കൊടുക്കണം. അയാളെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടി. അപ്പോൾ അയാളുടെ കരാറ് നമുക്ക് നീട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ വഴിയിലൂടെ പോയി വരുമ്പോഴത്തേക്കും 3 മാസം 4 മാസം അത്രയും നാൾ ശമ്പളം ഇല്ലാതെ ഒരാൾ. റിസർച്ച് വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ MBBS പാസ്സാകാത്ത ആൾക്കാർ MBBSകാരെ MDക്കാരെ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണത്? അത് റീസെൻ്റ്ലി ഇപ്പോൾ PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് അതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷനിൽ MD ബയോകെമിസ്ട്രി MD മൈക്രോബയോളജി ഒക്കെ ഉള്ളവരെയാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വിളിച്ചിരുന്നത്. എന്നിട്ട് പരീക്ഷ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു PSCയുടെ ഒരു സർക്കുലർ വന്നു. അതായത് പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു, യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണ്. അപ്പോൾ ഇത് ഏതാണ് ഇതിലും അപ്പുറം യോഗ്യതയുള്ള ആൾക്കാരെന്നുള്ളതാണ്. കാരണം MDയും 1 വർഷം SRഷിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് മെഡിക്കൽ ടീച്ചേഴ്സിന് പറ്റുകയുള്ളൂ. അപ്പോൾ നോൺ മെഡിക്കൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാം. അതായത് മുമ്പ് ആളുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അവരെയും കൂടെ സഹായിക്കാൻ വേണ്ടി NMC ഉണ്ടാക്കിയ നോംസാണ് അന്ന്. അത് മുമ്പ് ശരിയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഉണ്ട്, SRഷിപ്പ് കഴിഞ്ഞവരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബയോകെമിസ്ട്രിക്ക് ആണെങ്കിൽ 17 എത്ര വേക്കൻസീസ് ആണുള്ളത്, 57 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൈക്രോബയോളജി 100ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതാണ്. അപ്പോൾ MD ഉള്ളവരുടെ അഭാവത്തിൽ മാത്രമേ ഇവരെ കൺസിഡർ ചെയ്യാവൂന്ന് NMC പറഞ്ഞിട്ടുമുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ഈ 2 ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരേ ക്വാളിഫൈങ് എക്സാം വെക്കുക? അതായത് MBBS കഴിഞ്ഞ ഒരാളെയും MSc കഴിഞ്ഞ ഒരാളെയും നിങ്ങൾ എങ്ങനെയാണ് ആരാണ് ഇതിൽ മെച്ചം എന്ന് അറിയാനാണോ? അല്ലെങ്കിൽ ഒരേ ക്വാളിഫയിങ് എക്സാം ആണോ അവരെഴുതിയിരിക്കുന്നത്? ദേ ആർ നോട്ട് ഈക്വൽ.
അത് ഒരാൾ ക്ലിനിക്കൽ മെഡിസിൻ ആണ് പഠിച്ചത്, വേറൊരാൾ നോൺ ക്ലിനിക്കൽ കാര്യങ്ങളാണ് ആ പഠിച്ചത്. വിഷയം സംഘടന ഉയർത്തിയിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാനായിട്ടും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിൽ അഡ്രസ്സ് ചെയ്തതാണ്. പക്ഷേ പോസിറ്റീവായിട്ടൊരു മൂവ് ഉണ്ടായില്ല. എന്നിട്ട് റീസെൻ്റ്ലി പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് ഇവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. അതെ, ശരിക്കും ഇത് തൈറോയിഡും ഒക്കെ ഈ ഒരു ഡോക്ടറുടെ ഒരു സീസൺഡ് ഡോക്ടർ എന്നുള്ള നിലയിൽ ചോദിക്കുക, തൈറോയിഡ് ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട്, അതോ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, ഇത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന കൂടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന കൂടുന്നത്, ഒന്ന് നമ്മുടെ ഡിറ്റക്റ്റിംഗ് ഫെസിലിറ്റീസ്, അതിൻ്റെ അപ്രോച്ചബിലിറ്റി കൂടിയത് കൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യം ഒരു വശത്തുണ്ട്. അതായത് നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് തന്നെ പോയിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. വേറൊരു രാജ്യത്തും ഈ ഒരു പരിപാടി നടക്കില്ല. കാരണം അവിടെ എല്ലാം ഒരു റെഫറൽ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഏർലി ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നതിൻ്റെ ഒരു റീസണാണ്. അതായത് ഏർലി ഡിറ്റക്ഷനും ഈസി ഡിറ്റക്ഷൻ മൊഡാലിറ്റീസും വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയും ഒക്കെ മാറി വരികയാണ്. അപ്പോൾ അങ്ങനെ മാറി വരുമ്പോൾ ഉള്ള കുറച്ച് ചേഞ്ചസും നമ്മുടെ ഈ തൈറോയിഡിനെ ബാധിക്കുന്നുണ്ട്. അത് പക്ഷേ മാലിഗ്നൻസി, ഉപ്പും തൈറോയിഡായിട്ടുള്ള പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അയഡിൻ കണ്ടൻ്റ് ആണ് പറയുന്നത്. അതായത് നമ്മൾ അയഡൈസ് ചെയ്തു ഉപ്പിനെ, ഇപ്പം യൂണിവേഴ്സലി നമ്മൾ അയഡൈസ് ചെയ്ത ഉപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് കോസ്റ്റൽ ഏരിയ ഉണ്ട്, ഹില്ലി ഏരിയാസ് ഉണ്ട്, കുറച്ചും കൂടെ ദൂരോട്ടുള്ളവർ. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും ഒരേപോലെയാണോ നമ്മുടെ ഫുഡിൽ നമുക്ക് അയഡിൻ കിട്ടുന്നത്? കോസ്റ്റൽ ഏരിയയിലുള്ള ഒരാൾക്ക് നാച്ചുറലി അയാൾ എടുക്കുന്ന അയഡിൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ അയഡിൻ, കടൽ മീനുകളും കടലിൽ നിന്നുള്ള വിഭവങ്ങളും കഴിക്കുന്നവർക്ക് അയഡിൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവാം. പക്ഷേ ഹില്ലി ഏരിയയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സപ്ലിമെൻറ്റേഷൻ, അയഡിൻ എക്സസും, മുമ്പ് നമ്മൾ അയഡിൻ ഡെഫിഷ്യൻസിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതോടൊപ്പം തന്നെ അയഡിൻ എക്സസും ഒരു പ്രോബ്ലമായിട്ട് ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പറയുന്നത് പോലെ കല്ലുപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഇന്നതെ ഉപയോഗിക്കാവൂ എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമുക്ക് കല്ലുപ്പും അയഡൈസ്ഡേ കിട്ടുന്നുള്ളൂ. അവിടെ പോയി നോക്കിയാൽ മതി, നമ്മുടെ മാർജിൻ ഫ്രീയിലോ അല്ലെങ്കിൽ കടകളിലോ നോക്കിയാൽ മതി. നമുക്ക് കല്ലുപ്പും കിട്ടുന്നത് അയഡൈസ്ഡ് തന്നെയാണ്. ഈ തൈറോയിഡ് ഇപ്പോൾ ജീവിതശൈലിയും തൈറോയിഡ് വരുന്നതിനുള്ള ഒരു അസുഖം ഉണ്ടാകുന്നതിനൊരു കാരണമാണോ തൈറോയിഡ്? അതെ, തീർച്ചയായും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഓരോ റീജിയൻ അനുസരിച്ചുള്ള ഭക്ഷണം അല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം പുറത്ത് കിട്ടുന്ന എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പുതിയ ജനറേഷൻ ആണെങ്കിൽ അത് അവർ എല്ലാ കാര്യങ്ങളും അവർ പുതിയ കാര്യങ്ങളാണ് വരുന്നുണ്ടല്ലോ. തൈറോയ്ഡ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ വളരെ കൂടുതലാണ് നമ്മുടെ ഇവിടെ. നമ്മൾ കാണുന്ന കൂടുതലും അഡ്വാൻസ് ക്യാൻസർ അല്ല, നമ്മൾ നേരത്തെ തന്നെ അറിയുന്നുണ്ട്. അത് ഏർലി ഡിറ്റക്ഷൻ്റെ ഒരു പാർട്ടാണ്. മുമ്പ് നമ്മൾ അതെ ക്യൂർ 100% നമുക്ക് ക്യൂർ ചെയ്യാനും പറ്റുന്നുണ്ട് തൈറോയ്ഡ് ക്യാൻസർ. തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയുന്ന അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. തൈറോയ്ഡ് ക്യാൻസറിന് തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നീട് അവർക്ക് തൈറോക്സിൻ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. തൈറോയ്ഡ് സംബന്ധിയായ അസുഖം വന്നു കഴിഞ്ഞാൽ ആജീവനാന്ത മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? തൈറോയ്ഡ് എന്ന് പറയുന്ന മരുന്ന് എല്ലാ അതെ, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവര് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ സർജറി ചെയ്ത് തൈറോയിഡ് ഗ്ലാൻഡ് എടുത്തു കളയുന്നവരും ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ തൈറോയിഡ് ക്യാൻസറിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. തൈറോയിഡ് ക്യാൻസറിന്റെ ചികിത്സയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. കേരളത്തിലുള്ള അവൈലബിലിറ്റി, കേരളത്തിൽ ഇപ്പോൾ സർക്കാർ മേഖലയിൽ ഒരു ഹൈഡോസ് തെറാപ്പി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. അവിടെ 2 ബെഡാണുള്ളത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ വാർഡിൻ്റെ പ്ലാനുകൾ ഇപ്പം കിഫ്ബി വഴി അത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ലിമിറ്റഡ് ആണ് അവൈലബിലിറ്റി. പ്രൈവറ്റ് സെക്ടറിൽ കുറച്ച് പുതിയ പ്രൈവറ്റ് സെക്ടറിൽ കുറേ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മലബാർ ക്യാൻസർ സെൻറ്റർ, മിംസ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വളരെ എക്സ്പെൻസീവാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരന് അത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും 50,000 മുതൽ 1,00,000 രൂപ വരെ ചിലവാക്കേണ്ടി വരും ഒരു സമയത്തെ ട്രീറ്റ്മെൻറ്റിന്.
അപ്പോൾ അത് ഗവൺമെൻറ് സെക്ടറിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. തൈറോയ്ഡ് ക്യാൻസർ മാത്രമല്ല, വേറെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്, ലിംഫോമ, അങ്ങനെ പലതിനും ഈ റേഡിയോ ഐസോട്ടോപ്പ് വെച്ചിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത് നേരത്തെ പരിശോധിച്ച് കണ്ടെത്തുന്നതാണ് ഏറ്റവും അതെ, ഭേദപ്പെടാനുള്ള. അതെ അതെ അതെ. അത് പക്ഷേ ഇത് പ്രതിരോധിക്കാനായിട്ട് അല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ? ആഹാരത്തിൽ നിന്ന് അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സും ഉണ്ടല്ലോ. അതായത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ഫുഡിലുള്ള ഇത്, നമുക്ക് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡിലുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിലുള്ള സാധനങ്ങൾ എന്തായാലും നമ്മുടെ ഉള്ളിലെത്തും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ റേഡിയേഷൻ്റെ എക്സ്പോഷർ കുറയ്ക്കുക. റേഡിയേഷൻ്റെ എക്സ്പോഷർ ഒരു വെൽ നോൺ ഫാക്ടറാണ് നമുക്ക് തൈറോയ്ഡ് ക്യാൻസർ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാവൽ, നമ്മുടെ മൊബൈൽ ഫോൺ യൂസ്, അങ്ങനെ റേഡിയേഷൻ എക്സ്പോഷർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തൈറോയ്ഡ് ലോ ലെവൽ റേഡിയേഷൻ എക്സ്പോഷർ വരാമല്ലോ. അപ്പം അത് പക്ഷേ ഇപ്പോൾ പുതിയ മൊബൈൽ ഫോണുകളിൽ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് റേഡിയേഷൻ എക്സ്പോഷർ കുറവാണ് പണ്ടത്തുള്ളതിനേക്കാളും. മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. അതെ, ഫോൺ തന്നെ നമ്മൾ ചെവിയിൽ വെച്ച് ഉപയോഗിക്കുന്നത്, നമ്മൾ ഹാൻഡ്സ് ഫ്രീ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അത് അതിന് മാത്രമല്ല, എല്ലാ റേഡിയേഷൻ ആസ് സച്ച് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ മെഡിസിൻ്റെ PG തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിക്കഴിഞ്ഞു. അതെ, ഇപ്പോൾ MD ന്യൂക്ലിയർ മെഡിസിൻ ഈ വർഷം തുടങ്ങുകയാണ്. നമുക്ക് ലെറ്റർ ഓഫ് പെർമിഷൻ കിട്ടി. അപ്പോൾ അത് ഇത്തവണത്തെ കൗൺസിലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഓൺഡ് മെഡിക്കൽ കോളേജാണ് ടു സ്റ്റാർട്ട് MD ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ്റെ ഇത് തൈറോയ്ഡ് മാത്രമല്ലല്ലോ, ഈ പെറ്റ് സ്കാൻ അടക്കമുള്ള മറ്റു അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ന്യൂക്ലിയർ മെഡിസിനിൽ 2 രീതിയിലാണ്. ഒന്ന് സ്കാനുകൾ, ഇമേജിംഗ് എന്ന് നമ്മൾ പറയും. 2 എന്ന് പറഞ്ഞാൽ തെറപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ 2ഉം റേഡിയോ ഐസോട്ടോപ്പുകൾ, അതായത് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്കാൻ ചെയ്യുന്നത് SPECT-CT, PET-CT, PET MRI, ഇങ്ങനെയുള്ള വളരെ നൂതനമായ മെഷീൻസാണിത്. അതായത് SPECT-CT എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഓർഗൻ്റെയും ഫങ്ഷൻസ്, അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ, കിഡ്നിയുടെ ഫങ്ഷൻ, പിന്നെ നമ്മൾ ബോൺ സ്കാൻ ചെയ്യും. ഇപ്പോൾ ക്യാൻസറൊക്കെ എത്രത്തോളം സ്പ്രെഡ് ചെയ്തു എന്നറിയാൻ വേണ്ടി ബോൺ സ്കാൻ ചെയ്യും. അതൊക്കെ ഒറ്റ പിക്ചറിൽ നമുക്ക് എവിടേക്കാണ് ഈ സ്പ്രെഡ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. കാർഡിയാക് ഫങ്ഷൻ അറിയാൻ പറ്റും. കിഡ്നിയുടെ ഫങ്ഷന് DTPA സ്കാൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഓർഗൻ്റെയും ഫങ്ഷൻ അറിയാൻ പറ്റും. നമ്മൾ CT MRI എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രക്ചറാണ് പഠിക്കുന്നത് കൂടുതലും. MRIയിൽ കുറച്ച് ഫങ്ഷണൽ ഇമേജിങ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് മൊത്തത്തിൽ നമുക്കറിയാൻ പറ്റും. PET-CT ആണെങ്കിൽ PET സ്കാൻ ഇല്ല, എല്ലായിടത്തും ഇല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് RCCയിൽ, ശ്രീചിത്രയിലില്ല, RCCയിലുണ്ട്. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സമീപഭാവിയിൽ തന്നെ 1 വർഷത്തിനകം അതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ 2 ആഴ്ച മുമ്പ് ഹൈക്കോടതിയുടെ വിധി വന്നു. വീണ്ടും അത് നടപ്പിലാക്കണം. റേറ്റ്, പാക്കേജ് റേറ്റ് സ്വകാര്യ മേഖലയിൽ, സർക്കാർ മേഖലയിലാണ് എഴുതി പ്രദർശിപ്പിക്കണം. അക്കാര്യത്തിൽ ഇപ്പം KGMCTയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്, നിലപാട്? അല്ല, റേറ്റ് തീർച്ചയായും എഴുതി പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിലൊരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. പിന്നെ സർക്കാർ മേഖലയിൽ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ ആക്ച്വലി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം വരുവാണെങ്കിൽ അത് വളരെയധികം അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ എത്രത്തോളം പൊതുജനത്തിന് ഒരു സർക്കാർ, ഏത് സർക്കാരും ആയിക്കോട്ടെ, ഒരു സർക്കാർ കൊടുക്കുന്ന സേവനങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഒരു മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം, അതായത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ എത്രത്തോളമാണ് എന്നുള്ളത് അത് ശരിക്കും ഓഡിറ്റ് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഫണ്ട് അലോക്കേഷൻ്റെ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ചും കൂടെ ക്രിയാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിന് പ്രൈവറ്റ് പ്രാക്ടീസ് പാടില്ലല്ലോ. അതെ, അക്കാര്യത്തിൽ സംഘടനയുടെ സമീപനം എന്താണ്? യഥാർത്ഥത്തിൽ പണ്ട് ഇപ്പം നല്ലൊരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ചിലവുമായിട്ട് നോക്കുമ്പോൾ ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് ഒരു മരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ പരിശോധന നടത്തിയിട്ട് ചെയ്യുകയോ ചെയ്യുന്നു. അതാണ് അതിൻ്റെ നല്ല വശം. എന്നാൽ മെഡിക്കൽ കോളേജിലെ ഒരു പേഷ്യൻറ്റിനെ വീട്ടിൽ വന്ന് കണ്ടാലേ അവർ കാര്യമായി പരിശോധിക്കുന്നുള്ള ഒരു മോശം വശവും അന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രാക്ടീസ് അനുവദിക്കുകയല്ലേ വേണ്ടത്?
ഗവൺമെൻറ് ഈ ശമ്പള പരിഷ്കരണം നേരത്തെ 2006 ശമ്പള പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അതൊരു പോളിസി ഡിസിഷനായിട്ട് എടുത്തിട്ടാണ് നമുക്ക് ഹയർ പേ സ്കെയിൽ തന്നത്. അപ്പം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് അതിന് മുന്നേ ഉള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു ഹൈക്ക് കൊടുത്തിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിച്ചത്. അതായത് നോൺ പ്രാക്ടീസിങ് അലവൻസ് ഉൾപ്പെടെ കൊടുത്താണ് ഈ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിച്ചത്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞ ആ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ സമയം ഡോക്ടർമാർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ആ ശമ്പള പരിഷ്കരണം നടത്തിയതും ഈ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിക്കുകയും ചെയ്തത്. അപ്പോൾ അന്നും അസോസിയേഷൻ ആ ഒരു തീരുമാനത്തിന് ഒരുമിച്ച് നിന്നിട്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പൊ ഇതുവരെ അതിൽ മറിച്ചൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, അതെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഇതുവരെ നമ്മുടെ ഇതിൽ വന്നിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് വന്നു പോയിടായികയില്ല. ഡോക്ടർമാരുടെ സംരക്ഷണം ഇപ്പം കൊട്ടാരക്കര വന്ദനാദാസിന്റെ മരണത്തിനിടയാക്കിയ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അതിനുശേഷം ഒരുപാട് ചർച്ചകളും എല്ലാം നടന്നു. ഡോക്ടർമാരെ ഇങ്ങനെ നേരിട്ട് പോയി ആക്രമിക്കുന്നു. പക്ഷെ അതിനുശേഷം അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതിലെന്തെങ്കിലും ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലായിട്ടുണ്ടോ? ഇതിൽ ഡോക്ടർ വന്ദനാദാസ് മരണപ്പെട്ട സമയത്ത് ഒരു വലിയൊരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തെ തുടർന്ന് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തു. അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റൂൾസ് അല്ലെങ്കിൽ SROs ഒന്നും ഇറങ്ങിയിട്ടില്ല ഇന്നേ വരെ. അതായത് ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു മാർഗരേഖ അത് പുറപ്പെടുവിക്കണം. അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ വരണം, ഇതൊക്കെ. അപ്പോൾ CCTV ക്യാമറാസ് നമ്മൾ പലയിടത്തും വെക്കണം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിരുന്നതുമാണ്. പക്ഷേ ഈവൻ മെഡിക്കൽ കോളേജുകളിൽ പോലും ഈ സംഭവം ഒരു പരിധി വരെ വച്ചിട്ടുള്ളൂ. പിന്നെ പോലീസ് എയ്ഡ് പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റുകളിൽ പലപ്പോഴും നമുക്ക് ആൾ കാണത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച ഒരു ഇഷ്യൂ വരുന്നു. ആ ഇഷ്യൂ വരുമ്പം പ്രോംപ്റ്റായിട്ട് അവിടെ ആളെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഹോസ്പിറ്റൽ HDS തന്നെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരാണ്. പെർമനൻറ്റ് പോസ്റ്റുകൾ അല്ലെ പെർമനൻറ്റ് സ്റ്റാഫുകൾ വളരെ കുറവാണ്. അപ്പോൾ HDSൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മളൊരു സ്പെഷ്യൽ ഫോഴ്സ്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെൻറ്റിനോട്. അതായത് ഈ മെഡിക്കൽ കോളേജുകളും അതുപോലെയുള്ള ഹെൽത്ത് സ്ഥാപനങ്ങളെല്ലാം, ഹെൽത്ത് സർവീസിലുള്ള ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ അങ്ങനെയൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതും ഒന്നും നടപ്പിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡോക്ടറുള്ള ഒരു സ്ഥലത്ത് അവിടെ ഡോക്ടർ ഒന്നേ കാണുള്ളൂ, വരുന്ന പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ഈ 2-3 മാസത്തിനിടെ പല കാര്യങ്ങളും കണ്ടതാണ്. അപ്പോൾ അത് ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. KGMCTയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൊരു വനിതയാണ് ചുരുക്കം പേരെ ഇതിന്റെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളത്. നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതൊരു ചലഞ്ചാണോ? തീർച്ചയായും. അത് എന്താ പറയുക, ഈ മെഡിക്കൽ കോളേജുകളിലുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം എപ്പോഴും ഡോക്ടർമാർ, ഇപ്പം ഹാരിസാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഹാരിസാറ് അത് പറഞ്ഞത് ഒരു സിസ്റ്റത്തിൻ്റെ പാളിച്ചയായിട്ടും ഒരു പേഷ്യൻ്റ് കെയറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് അന്ന് പൊതുജനവും മീഡിയ ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന്. പക്ഷേ ഡോക്ടർമാരുടെ ഒരു ആവശ്യം വരുമ്പോൾ അവർക്കിത് കിട്ടേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ് എന്ന് ശരിക്കും രോഗികൾ കൂടെ ഉണ്ടാവണം. കാരണം അവർ ഞങ്ങളെ സ്ഥിരം കാണുന്നില്ല, അവർ കാണുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോലും ഒരു ഡോക്ടർ കോപ്പിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാറില്ല. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം ഈ ഡോക്ടർ ഇറങ്ങിപ്പോകുമ്പോൾ അത്രയും സമയം ഇവർക്ക് നഷ്ടമാവുകയാണ്. അത്രയും നേരം ആ പേഷ്യൻ്റ് അവിടെ കാത്തിരിക്കണം. വെളുപ്പിനെ വന്ന് ടോക്കണൊക്കെ എടുത്തിരിക്കുകയാണ്. ടോക്കൺ എടുക്കുന്ന സിസ്റ്റം ഒക്കെ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. അവർക്ക് അവിടെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരാറില്ല. എന്നാലും ഇവർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇരുന്ന് ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്നത് കാണുന്നത് ഈ രോഗികളാണ്. അപ്പം അവരല്ലേ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത്? അല്ല, രോഗികളെന്ന് പറഞ്ഞാൽ പൊതുജനമാണ്. പൊതുജനം ശബ്ദിക്കുമ്പം തീർച്ചയായും സർക്കാർ ഉണരും. അപ്പോൾ 17 ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകട്ടെ. ഡോക്ടർമാർക്കും രോഗികൾക്കും ആശ്വാസമാകട്ടെ. എല്ലാ ആശംസകളും. നമസ്കാരം.